റബ്ബർ വില തകർച്ചയിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണിയുടെ നിരാഹാരം കോട്ടയത്ത് ആരംഭിച്ചു. മന്ത്രി പി ജെ ജോസഫ് നിരാഹാരം ഉദ്ഘാടനം ചെയ്തു. റബ്ബർ വില കിലോയ്ക്ക് 200 രൂപ ഉറപ്പുവരുത്താൻ കേന്ദ്രം അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് അനിശ്ചിതകാല നിരാഹാരം. റബ്ബർ വില കിലോയ്ക്ക് 200 രൂപ ഉറപ്പുവരുത്തുക, വിലസ്ഥിരതാ ഫണ്ടിൽ നിന്നും 500 കോടി രൂപ റബ്ബർ മേഖലയ്ക്ക് അനുവദിക്കുക, റബ്ബർ ഇറക്കുമതി പൂർണ്ണമായും നിരോധിക്കുക, മുഴുവൻ കാർഷികോൽപ്പന്നങ്ങൾക്കും വില ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജോസ് കെ മാണിയുടെ അനിശ്ചിതകാല നിരാഹാരം. തിരുനക്കര മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ജോസ് കെ മാണിയുടെ നിരാഹാരം നടക്കുന്നത്. റബ്ബർ വിലയിടിവ് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടുന്നതുവരെ നിരാഹാര സമരം തുടരുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. റബ്ബർ വില കിലോയ്ക്ക് 200 രൂപ ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് പി ജെ ജോസഫ് പറഞ്ഞു. സംഘടിതരായ വ്യവസായ ലോബിയാണ് റബ്ബർ മേഖലയിലെ വിലത്തകർച്ചയ്ക്ക് കാരണമെന്ന് പാർട്ടി ചെയർമാൻ കെ എം മാണി പറഞ്ഞു. ഉദ്യോഗസ്ഥ മേഖലകളിലടക്കം വ്യവസായ ലോബിയുടെ ഇടപെടലാണ് നടക്കുന്നത്. റബ്ബർ മേഖല എന്നത്തെക്കാളും വലിയ വിലത്തകർച്ചയിലൂടെ കടന്നുപോകുമ്പോഴും കേരള കോൺഗ്രസ് വിഷയത്തിൽ ഇടപെടാത്തതിനെതിരെ വിമർശനമുയർന്നിരുന്നു. പാർട്ടിയിൽ നിന്ന് തന്നെ കടുത്ത വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് ജോസ് കെ മാണി തന്നെ നിരാഹാരത്തിന് തയ്യാറായത്. റിപ്പോർട്ടർ, കോട്ടയം.